ഉണ്ണിയമ്മേ തുമ്പടി വന്നു. അങ്ങനെ ഞാൻ രാജാവായപ്പോഴും ഇവിടെ എല്ലാവരുടെയും മുഖം അങ്ങ് അണയുന്നതായിട്ട് ഞാൻ കണ്ടിരിക്കും. അറിഞ്ഞൂടെ, ചിലപ്പോൾ എന്റെ തോന്നലായിരിക്കും. അഭിഷേകിന്റെ അടുത്താണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാവരും രാജാവായതിൽ പ്രാവുന്ന എന്നെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഇച്ചിരി സീരിയസ് മോഡാണ് ഞാൻ നോക്കിയത്. ഭയങ്കരം തന്നെ. റാണിയാകുന്നതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടായിരുന്നോ? എന്താണ് ജാസ്മിൻ എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഉള്ള എല്ലാവരും 10 വഴിക്കായിട്ട് പോയി. സ്വാഭാവികം. പിന്നെ വിളിച്ചിരുത്താൻ നേരത്താണെങ്കിലും എന്ന് പറഞ്ഞൊരു അഴഞ്ചം മട്ടുണ്ടല്ലോ. ഓക്കെ, എനിക്ക് താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് നിന്നത്. എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. ചെങ്കോൽ പിടിച്ചു വാങ്ങിച്ചോ? എനിക്ക് കുറച്ച് സമയം തന്നാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അത്ര റിബലായിട്ട് ഒരു രാജാവ് ഇത്ര തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആ തിരിച്ചടിയും റെസ്പോൺസിബിലിറ്റി നെഞ്ചു വിരിച്ച് ഏറ്റെടുക്കാനുള്ള ധൈര്യം വേണം. ഊരിട്ടു. അപ്പൊ പിന്നെ ആരവിടെ പിണങ്ങി, ആരാണ് റിബലായത്? പറിക്കില്ല എന്ന് എനിക്ക് 100% വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, ഒരു തട്ടി പറിക്കോ അത് നോക്കണം ജാസ്മിൻ. പിന്നെ അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ്റെ അത് ഭരിക്കാനുള്ള ആ ഗെയിം കളിച്ച ആൾ വാങ്ങിച്ചു. പക്ഷെ ബുദ്ധി ഉണ്ടായില്ല. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ജാസ്മിന്റെ അത്രയും പോലും ടൈം ഞാൻ സിജോയ്ക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. ജയിലിന്റെ അവിടെ വെച്ച് ബിഗ് ബോസ് അനൗൺസ് ചെയ്തവൻ രാജാവായതും ഞാൻ കീ പറിച്ചെടുത്തു. പക്ഷെ അപ്പോഴത്തേക്ക് ഇവള് പിണങ്ങി പോയി ഇരുന്നു, ഭയങ്കര പ്രശ്നമൊക്കെ ആയി. ആണോ ജാസ്മിൻ? ഒരു ഗെയിം ആയിട്ട് അതിനെ കണ്ടില്ലേ ജാസ്മിൻ? എനിക്കെല്ലാമായി തൃപ്തിയായി. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.